നമസ്കാരം. ഉപ്പും മുളകും ലൈറ്റ് ഈ ഒരു വിഷയത്തിന്റെ അവസാന വീഡിയോ ആകട്ടെ എന്റേത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. സത്യം പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് തലവേദന എടുത്ത് വയ്യ ആ ലെവലിലാണ് ഉപ്പും മുളകും പൊക്കിക്കൊണ്ടിരിക്കുന്നത്. ഒരു സൈഡിൽ ഒരു അമ്മ പറയുന്ന വശം കേൾക്കുന്നു, മറ്റൊരു സൈഡിൽ മകൾ പറയുന്ന വശം കേൾക്കുന്നു. അങ്ങനെ രണ്ടുപേരുടെ വശവും കേട്ടു. നമ്മൾ എന്ത് ചെയ്തു? വീഡിയോയും ചെയ്തിട്ടുണ്ട്. ആ ഒന്നും കയ്യിൽ നിന്നൊന്നും ഇട്ട് പറഞ്ഞിട്ടില്ല. അതിന്റെയൊക്കെ വ്യക്തമായ പ്രൂഫ് എന്റെ കയ്യിലും ഉണ്ടെന്നാണ്. ഇവരൊക്കെ എന്തൊക്കെയാണ് പറഞ്ഞത് അതിന്റെ റെക്കോർഡ് സഹിതം എന്റെ കയ്യിലുണ്ട്. അതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ നിന്നിട്ടൊന്നും പറഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ആദ്യം. ഇപ്പോ ഈ പറയുന്ന പൊന്നുവിന്റെ ഭർത്താവും കൂടി ചേർന്നുകൊണ്ട് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അതായത് ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ അതിന്റെ റിപ്ലൈ ആയിട്ടാണ്. റിപ്ലൈ എന്നല്ല, അവർക്ക് പറയാനുള്ള സംഭവം പറഞ്ഞു. ഞാൻ ഇന്നലെ ഇട്ട വീഡിയോ എന്റെ വെർഷൻ അല്ല പറഞ്ഞത്, അത് ഈ പറയുന്ന നന്ദന എന്നോട് പറഞ്ഞ സംഭവങ്ങളാണ്. അതിനകത്ത് ഞാൻ പറഞ്ഞതിൽ ഒരു മിസ്റ്റേക്ക് മാത്രമേ പറ്റിയിട്ടുള്ളൂ. ഫോൺ കട്ട് ചെയ്തത്, അതായത് ബ്ലോക്ക് ചെയ്തത് ഈ നന്ദനയുടെ ഹസ്ബൻഡിനെയാണ് ബ്ലോക്ക് ചെയ്തത്. അങ്ങനെ ആയിരിക്കാണ് പറഞ്ഞത്. പക്ഷെ ഞാൻ കേട്ടത് അങ്ങനെയാണ്. സോറി, ആ ഒരു മിസ്റ്റേക്ക് മാത്രമേ അതിനകത്ത് വന്നിട്ടുള്ളൂ. അത് എന്റെ കേട്ടതിന്റെ ഒരു മിസ്റ്റേക്ക്. ബാക്കിയെല്ലാം കൃത്യമായിട്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത്. കള്ളമൊന്നും എന്റെ കയ്യിൽ നിന്നിട്ട് ഒരു സെന്റൻസ് പോലും ഞാൻ അതിനകത്ത് പറഞ്ഞിട്ടില്ല. അതിന്റെ കൃത്യമായിട്ടുള്ള ഏതാണ്ട് ഒരു അരമണിക്കൂർ ഉണ്ടാകുന്ന വീഡിയോ എന്റെ കയ്യിലുണ്ട്. പലതും ഞാൻ പിന്നീട് പറഞ്ഞില്ലെന്നേ ഉള്ളൂ. പല കേസുകളും ഞാൻ പിന്നീട് മാറ്റിവെച്ചു. എനിക്ക് നിങ്ങളുടെ അടുത്ത് പറയാനുള്ളത്, അതിനുശേഷം ഈ എന്റെ ഒരു വീഡിയോ കണ്ടതിന് ശേഷം ഇപ്പൊ അവര് കാണുന്നുണ്ടാവും, ഒപ്പം ഈ പറയുന്ന പൊന്നുവിന്റെ അമ്മ എന്നെ വിളിക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ കണ്ടതാണ്. അവര് മെസ്സേജ് അയക്കുന്നുണ്ട്, നമ്പർ വന്നിട്ടുണ്ട്, തിരിച്ചു വിളിക്കുന്നൊക്കെ പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഷിജു എന്നെ വിളിച്ചു പറയുകയും ചെയ്തു, ചേട്ടാ ഇതുപോലെയാണ് അവരൊന്ന് വിളിക്കും. ഞാൻ തിരിച്ചു വിളിക്കാത്തതിന് കാരണം ഈ ലൂപ്പിൽ നിന്ന് എനിക്കിനി ഈ ലൂപ്പിലോട്ട് പോകാൻ എനിക്ക് താല്പര്യമില്ല. അവിടെ പോയി കഴിഞ്ഞ് ഈ നന്ദനയുടെ അമ്മയുടെ വർഷം അവർക്ക് പറയാൻ കുറെ വർഷം, ഒരിക്കൽ വർഷം നമ്മൾ കേട്ടതാണ്. രണ്ടാമത് അവർ പറയുമ്പോൾ കേൾക്കുമ്പോൾ അവർ പറയുന്നതിൽ ന്യായമുണ്ടെന്ന് തോന്നും. ഇനി അവരുടെ ന്യായം കേട്ട് എനിക്ക് വീണ്ടും വീഡിയോ ഇടാൻ വേണ്ടി തോന്നും. അപ്പൊ മറുവശത്ത് മറ്റൊരു പെൺകൊച്ചുണ്ട്, നിങ്ങളുടെ തന്നെ മകളായ മറ്റൊരു പെൺകൊച്ചുണ്ട് നന്ദന. അവൾക്ക് വിഷമാവും. അവളടുത്ത് വന്ന് ചേട്ടാ ഇങ്ങനെയല്ല അങ്ങനെ. അമ്മയാണ് വയ്യ, സത്യം പറഞ്ഞ വയ്യ. നിങ്ങൾ 2 വർഷനും കേട്ടു. 2 പേർക്കും പറയാൻ എന്തുള്ളതെന്ന് സത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. നിങ്ങളെല്ലാം കൂടി മനസ്സിലാക്കാനുള്ള ഒരു കാര്യം, ഈ 3 ഫാമിലിയോട് എനിക്ക് പറയാനുള്ള കാര്യം, നിങ്ങളെല്ലാം രക്തബന്ധങ്ങളാണ്. നിങ്ങളുടെ അനിയത്തിയും ചേച്ചിയുമാണ്, നിങ്ങളുടെ അമ്മയാണ്, മാതാപിതാക്കളാണ്. ഇത് നിങ്ങൾ ആദ്യം ഓർക്കണം. അത് ഈ സോഷ്യൽ മീഡിയയെ കൊണ്ടിട്ട് വിളമ്പാനുള്ളതല്ല എന്ന് ആദ്യം മനസ്സിലാക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുമ്പോൾ ആ സത്യം പറഞ്ഞാൽ മാറുന്നത് നിങ്ങളുടെ ഫാമിലി തന്നെയാണ്, അഴുകുന്നത് നിങ്ങളുടെ ഫാമിലി തന്നെയാണെന്നത് ആദ്യം മനസ്സിലാക്കണം. നമുക്ക് ഇതൊക്കെ ഒരു കണ്ടന്റ് ആണ്. ഇപ്പൊ എനിക്കറിയാം, നന്ദനയുടെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ എനിക്ക് അടുത്തൊരു കണ്ടന്റ് ആണ്, എനിക്ക് അടുത്തൊരു വീഡിയോ ആവാം, അത് കുറച്ച് റീച്ചും ആവും, അതിന്റെ പൈസ എനിക്ക് കിട്ടുകയും ചെയ്യും. ഞാനിത് ചെയ്യാത്തത്, അപ്പോ അങ്ങനെ ചെയ്യുമ്പോൾ അവിടെ വേദനിക്കുന്നത് നിങ്ങളുടെ തന്നെ മകളായ നന്ദനയാണ്, ആണല്ലോ, നിങ്ങളുടെ തന്നെ മകൾ തന്നെയാണ്. അല്ലാന്നുണ്ടെങ്കിൽ പൊന്നൂസിനെ കുറിച്ചൊരു എതിരായിട്ടുള്ള ഒരു വീഡിയോ ഇടുമ്പോൾ അവിടെ എന്ത് ചെയ്യുന്നുണ്ട്, മറ്റൊരു ഭാഗം വേദനിക്കുന്നത്. അതെല്ലാം നിങ്ങളുടെ രക്തബന്ധമാണെന്നേ. നിങ്ങളെല്ലാം ഒരുമിച്ച് നാളെ എന്തായാലും നന്ദന എന്ന് പറയുന്ന പെൺകുച്ചി നിങ്ങൾ അടിച്ചിറക്കി കളയത്തുന്നില്ലല്ലോ. എന്തായാലും നാളെ ഈ പൊന്നൂസിന്റെ ഹസ്ബൻഡ് ഷെബിയോ അവൻ പറഞ്ഞതുപോലെ എന്താണ്, നാളെ നിങ്ങളൊക്കെ ഒരുമിച്ച് കൂടാനുള്ളതാണ്. നിങ്ങൾക്ക് ഒരുപോലെ ഇപ്പം ഷെബിയെ തന്നെ അന്ന് നിങ്ങളുടെ വിവാഹം കഴിഞ്ഞ് പോയപ്പോൾ കുറെ കുറ്റങ്ങൾ പറഞ്ഞില്ലേ, ആ ഒരു മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയി. ഓക്കെ, അതിനുശേഷം ഇപ്പൊ എന്തായി, നിങ്ങളിപ്പോ പിന്നെ അടയും ശർക്കരയും പോലെ എന്താണ് ഇരിക്കുകയാണ് അല്ലേ. അതുപോലെ തന്നെയാണ് ഈ പറയുന്ന നന്ദനയുടെ കേസും ഇനി നാളെ നിങ്ങൾക്ക് ജീവിതകാലം മൊത്തം പിന്നെ വെറുക്കാൻ വേണ്ടിയിട്ടൊന്നും പറ്റത്തില്ലല്ലോ. നാളെ നിങ്ങൾ വീണ്ടും എന്ത് ചെയ്യും, നിങ്ങൾ ഒന്നിക്കും. അപ്പോഴൊക്കെ ഈ പറഞ്ഞ വാക്കുകൾ, നമ്മൾ ഒരിക്കൽ ഒൺസ് പറഞ്ഞു പോയ വാക്കുകളൊന്നും ഒരിക്കലും നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റത്തില്ല. അതെപ്പോഴും മനസ്സിനകത്ത് കിടക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കാനുള്ളത്, ഇത് നിങ്ങൾ പറയുന്നതും ചെളിവാരി എറിയുന്നതും ഒക്കെ സ്വന്തം രക്തബന്ധത്തോടും സ്വന്തം അമ്മയോടും അച്ഛനും എതിരെയായിട്ടെന്നുള്ള ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവണം. ഈ പറയുന്ന 3 പേർക്കും, ഈ 3 കുടുംബത്തും, ഇപ്പൊ 3 കുടുംബമായിട്ടുള്ള ഇരിക്കണം. അച്ഛനും അമ്മയും ഒരു കുടുംബം, മൂത്തവളുള്ള ഒരു കുടുംബം, ഇളയത് ഒരു കുടുംബം, 3 കുടുംബമായിട്ടിരിക്കുക. ഈ 3 പേർക്കും ആ ഒരു ബോധ്യം ഉണ്ടാവണം. ഈ ചുമ്മാ യൂട്യൂബേഴ്സിനെ വിളിച്ച് സ്വന്തം കാര്യങ്ങൾ സ്വന്തം പിന്നെ ഭാഗം ക്ലിയർ ചെയ്യാൻ വേണ്ടി ക്ലാരിഫൈ ചെയ്ത് വരുമ്പോൾ മറ്റുള്ളവരും നാറുകയാണ്. പിന്നെ അവരുടെ വാശി, ഇതിനകത്തുള്ള വാശിയൊക്കെ ഉണ്ടാവും. അപ്പോഴും പഴയ കാര്യം നിങ്ങളുടെ കുടുംബത്തിന് മറ്റാരും അറിയണ്ട എന്ന് നിങ്ങൾ ഒളിച്ചു വെച്ച പല കാര്യങ്ങളും അവർ പുറത്തു പറയും. നിങ്ങളുടെ ഉള്ള പിന്നീട് എല്ലാ കുടുംബത്തിലും കാണും പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ, പുറത്ത് പറയാൻ പറ്റാത്ത പല കാര്യങ്ങളും കാണും. ഇതൊക്കെ സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് അവർ പുറത്ത് കൊണ്ടുവന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? പുറത്ത് ഇപ്പൊ തന്നെ നിങ്ങൾ പറയുന്നത് അവൻ ചതിച്ചോ, അവയിപ്പോ ആ പെണ്ണിനെ കെട്ടിയിട്ടുണ്ട്. അപ്പൊ അത് പറഞ്ഞു. ഇപ്പൊ നമ്മള് ഒരാളെ വിളിക്കുമ്പോൾ ഈ പറയുന്നത് സ്വന്തം മകളെ കുറിച്ചാണെന്നുള്ള ബോധ്യം ഈ അമ്മയ്ക്ക് വേണം, ഈ അച്ഛനും അമ്മയ്ക്കും ഉണ്ടാവണം. എന്താണ് നമ്മൾ മറ്റൊരാളത് പറയുന്നത്? അപ്പൊ ഞാനെന്ന് പറഞ്ഞ 3ാമതൊരാളാണ്, ഒരു യൂട്യൂബറാണ്. എനിക്ക് നിങ്ങളുടെ ഫാമിലി നശിച്ചു പോയാലും എനിക്കൊരു തേങ്ങയും കിട്ടാനില്ല. അപ്പൊ 3ാമതൊരാളെടുത്ത് ഈ ഒരു സാധനം പറയുമ്പോൾ അവിടെ മാറുന്നത്
നിങ്ങളുടെ കുടുംബവും നിങ്ങളുടെ മകളുമാണെന്ന് മനസ്സിലാക്കുക. സ്വന്തം ഭാഗം ജയിക്കാൻ വേണ്ടിയിട്ട് കരിവാരി തേക്കുമ്പോൾ ഈ പറയുന്ന ആരോപണങ്ങൾ ഉന്നയിക്കുമ്പോൾ അവിടെയൊക്കെ നാറുന്നത് നിങ്ങളുടെ കുടുംബം തന്നെയാണെന്ന് മനസ്സിലാക്കുക. അതുപോലെ നന്ദിനിയെടുത്തും പറയാനുള്ള എനിക്ക് അത്രയേ ഉള്ളൂ. നിങ്ങൾ ആരോപിക്കുന്നത് എടുക്കുന്നതൊക്കെ നിങ്ങളെ ഇത്രയും കാലം പെറ്റു വളർത്തി ഇത്രയും വലുതാക്കിയ സ്വന്തം അച്ഛനും അമ്മയും കുറിച്ചാണ് ഈ പറയുന്ന ആരോപണങ്ങളെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മനസ്സിലായോ? അപ്പോ നിങ്ങൾ എല്ലാം കൂടി ഈ പറയുന്ന രണ്ടും കൂടി ചർച്ച ചെയ്ത് ഇത് നിർത്തുകന്നേ. ഇത് നിങ്ങൾ ഇത് വലിച്ചഴിച്ചുകൊണ്ട് പോകാതെ നിർത്തുക. അതുകൊണ്ട് തന്നെയാണ് ഞാൻ തിരിച്ചു വിളിക്കാത്തത്. പട്ടണം കൊണ്ടല്ല. ഞാൻ ഇനിയിപ്പം നന്ദനയുടെ അമ്മയെ വിളിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു പ്രശ്നം ഉണ്ടാവും പറയാൻ വേണ്ടി. അവർക്ക് ഇതിന്റെ ഒരു ബദലുണ്ടാവും. ഞാൻ കേൾക്കുമ്പോൾ ശരി തന്നെയാണ്. ഇനിയിപ്പോ ഇനി ഞാൻ എന്ത് ചെയ്യും? അവരുടെ വീണ്ടും ചെയ്യേണ്ടതായിട്ട് വരും. കേട്ടിട്ട് വെറുതെ ഇരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇതിങ്ങനെ ലൂപ്പായിട്ട് പൊയ്ക്കൊണ്ട് ഇതാണ് നിങ്ങളുടെ ആഗ്രഹം എന്ന് എനിക്കറിയത്തില്ല. 3 പേര് ഇരുന്ന് നിരത്തിയിരുന്ന് വീഡിയോ ഇടുന്നുണ്ട്. ഇതിങ്ങനെ ഒരു ലൂപ്പായിട്ട് ഇന്നിപ്പം പൊന്നൂസിന്റെ ഭർത്താവ് പറഞ്ഞിട്ട് അതിപ്പോ പറയണ്ട, നമുക്ക് പിന്നെ പറയാം. അതിൽ ഇരിക്കട്ടെ. ഇനി എന്തെങ്കിലും ഫർദറായിട്ട് എന്തെങ്കിലും വരുന്നെങ്കിൽ പറയാം. ഇത് അങ്ങനെ ഒരു മുഖങ്ങളൊക്കെ വെച്ചങ്ങ് നിർത്തുക എന്നുള്ളതാണ്. ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായ ഒരു സംഭവം, ഇവരുടെ ഈ 3 വിഷയങ്ങളിൽ അല്ലെങ്കിൽ 3 ഫാമിലി, ഒരു ഫാമിലി ആയിരുന്നു ഇപ്പൊ 3 ഫാമിലി ആയിട്ട് ഇരിക്കുകയാണ്. ഇവിടെ ഏറ്റവും വലിയ വിഷയം എന്ന് വെച്ചാൽ ഇതിൽ ഒന്നാമത്തെ വിഷയം ഞാൻ കുറ്റം പറയുന്നത് 100% കുറ്റം പറഞ്ഞ് ഞാൻ അമ്മ അച്ഛനെയും കുറ്റം പറയും. കാരണം നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും വലിയൊരു തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പെൺകുട്ടികളുടെ പ്രായം ഈ 19, 18 വയസ്സിലൊന്നും വിവാഹത്തിന്റെ ആ ഒരു സംഭവം ഒന്ന് കൊണ്ടിട്ട് കൊടുക്കരുതെന്ന് ഞാൻ ഇപ്പോഴും പറയുന്നത്. അതിപ്പം നമ്മുടെ പൊന്നൂസിന്റെ കാര്യത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു അബദ്ധം സംഭവിച്ചു. ഇപ്പോ നന്ദനയുടെ കേസിലും അതേ തെറ്റ് ചെയ്തു. കാരണം നിങ്ങൾക്ക് എന്താണ് കുട്ടിയെ എന്തിനു കെട്ടിച്ചു വിടണം എന്നുള്ള ആഗ്രഹം. പക്ഷേ ഈ 17, 19 അല്ലെങ്കിൽ 19 വയസ്സെന്നൊക്കെ പറയുന്ന പക്വത വളരെ കുറവാണ്. നിങ്ങൾ തന്നെ പറയുന്നുണ്ട് ഈ പയ്യനും മറ്റേതോ പെണ്ണുമായിട്ട് റിലേഷൻ ഉണ്ടായിരുന്നു നിങ്ങൾ പറഞ്ഞിട്ട് കേൾക്കത്തില്ലെന്ന് 99.9% പെൺകുട്ടികളും കേൾക്കില്ല. കാരണം അതിന് മുമ്പേ അവരെന്ത് ചെയ്തു? നിങ്ങൾ പിന്നെ മനസ്സമ്മതം കഴിയുന്നു, ഉറപ്പിക്കൽ കഴിയുന്നു, അതിനായിട്ട് നിരന്തരം അവർ കോൾ ചെയ്യുന്നു, പുറത്ത് കറങ്ങാനൊക്കെ പോകുന്നു. അപ്പോ ഇവർക്ക് തമ്മിലുള്ള ഒരു ഇഷ്ടം കൂടും, ഒരു മാനസിക അടുപ്പം കൂടും. ആരൊക്കെ ഞാൻ പറഞ്ഞു ദൈവം തമ്പുരാൻ വന്ന് ഇനി എന്തൊക്കെ പറഞ്ഞാലും അവൻ എത്ര വൃത്തികെട്ടവനെന്ന് പറഞ്ഞാലും ആ പെൺകുട്ടിയെ കേൾക്കില്ല. നന്ദനെ കുറ്റമതിന്റെ കാര്യമില്ല, അവരുടെ വയസ്സ്, അവരുടെ പ്രായം അതാണ്. ആ പ്രായത്തിലേക്ക് ഈ ഒരു സാധനം കൊണ്ടിട്ടെടുത്താരാ? നിങ്ങൾ തന്നെയല്ലേ? ഈ പറയുന്ന അമ്മയും അച്ഛനും അല്ലേ? ആണോ? അപ്പൊ ആ സമയത്ത് ഞാൻ പറഞ്ഞില്ലേ ഈ യമനിന് ഒരു വേറൊരു ബന്ധം ഉണ്ടായിരുന്നു. അതിന് തെളിവ് സത്യമാണെങ്കിൽ കൂടി അതിന് വേണ്ട, അത് കുഴപ്പമില്ല, അന്ന് കഴിഞ്ഞ കാര്യമല്ലേ, ഞാൻ അത് ശരിയായി, എനിക്കത് കുഴപ്പമില്ല എന്നേ പറയുന്നത്. 90 അന്തരെ കുറ്റം പറയുന്നതല്ല, 99.9% പെൺകുട്ടികളും അങ്ങനെ പറയുള്ളൂ. ഈ പ്രായത്തിലുള്ള പെൺകുട്ടികൾ ഒരു 20 വയസ്സൊക്കെ കഴിയുമ്പോൾ ഇവർക്ക് ചെറുതൊരു പക്വത വരത്തുള്ളൂ. ഈ തെറ്റും ശരിയൊക്കെ തിരിച്ചറിയാനുള്ള ഒരു പ്രായം ആവത്തുള്ളൂ. അതുകൊണ്ട് തന്നെ ദയവേത് ഈ പറയുന്ന അച്ഛനും അമ്മയടുത്ത് പറയാനുള്ളത്, ഇനിയെങ്കിലും ആ ഒരു കേസിൽ ഈ ഒരു ഏജ് കല്യാണം എന്ന് പറയുമ്പോൾ കല്യാണം കഴിക്കാനൊക്കെ ശരീരം ചിലപ്പോൾ വളരും കല്യാണത്തിന് വേണ്ടിയില്ല. പക്ഷെ മനസ്സ് വളരണമെങ്കിൽ 20-22 വയസ്സൊക്കെ ആവുന്നേ, വലിയ ഭാരമൊന്നുമില്ല. 10-25 വയസ്സ് കഴിച്ച് കെട്ടിച്ചാൽ മതി, അത്രയും നല്ലതേ ഉള്ളൂ. ഇനി നന്ദനയുടെ വിഷയം വന്നു പറഞ്ഞാൽ ഇതിനകത്ത് എനിക്ക് ടോട്ടൽ ഈ 3 പേരുടെ സംഭാഷണവും കാര്യങ്ങളും കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ സംഭവം ശരി തന്നെയാണ്. ഈ പയ്യനുമായിട്ടുള്ള എൻഗേജ്മെന്റും കാര്യങ്ങളൊക്കെ ഉറപ്പിക്കലൊക്കെ കഴിഞ്ഞു. അതിനുശേഷം മറ്റൊരു റിലേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. ആ പെണ്ണിന്റെ പേരും എനിക്കറിയാം, അത് ഞാൻ പറയുന്നില്ല ഏത് പെണ്ണാണ് ഈ മെസ്സേജ് അയച്ചത് എന്നുള്ളത്. ഓക്കെ, അവിടെ നിന്ന് ചാറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും ചാറ്റ് ചെയ്ത സംഭവം വരുന്നു. ശരിയായിരിക്കാം, അവർ തമ്മിൽ റിലേഷൻ ഉണ്ടായിരിക്കാം. ആ പെണ്ണിനെ ഇവൻ വേറൊരു പെണ്ണിനെ കെട്ടാൻ വേണ്ടി പോയപ്പോൾ അവൻ എന്ത് കല്യാണം മുടക്കാൻ വേണ്ടിയിട്ട് അവൾ അയച്ചതായിരിക്കാം, ഇവരതിൽ കിട്ടി. അത് ഞാൻ പറഞ്ഞു ഈ പറയുന്ന പൊന്നൂസിന്റെ ഹസ്ബൻഡിന്റെ ഫോണിലാണ് അയച്ചെന്നാണ് ഞാൻ അറിഞ്ഞത്. പക്ഷെ അങ്ങനെയല്ല, ഈ പറയുന്ന പൊന്നൂസിന്റെ ഫോണിലാണ് അയച്ചത്. ഓക്കെ, ഹസ്ബൻഡ് എന്നെ പറയുന്നത് ഞാൻ അവരോട് ചാറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല, അവരവരുടെ ഡയറക്റ്റ് ബന്ധം അവനില്ല, എന്തോ 1-2 ഒറ്റ കോള് പിന്നെ മെസ്സേജ് എന്തോ അയച്ചുള്ള ബന്ധമേ ഉള്ളൂ. ഈ ഡയറക്റ്റ് ബന്ധം ഉണ്ടായിരുന്നത് പൊന്നൂസിനാണ്. ഓക്കെ, അപ്പോ ഇതിനുശേഷം ഈ ഒരു മെസ്സേജ് അറിയുന്നു, എവിടെ അതിനെക്കുറിച്ച് തിരക്കുന്നു, ആ പെണ്ണിനെ വിളിക്കുന്നു, സോൾവ് ആകുന്നു. അമ്മയും അച്ഛനും ഉൾപ്പെടെ ഈ പറയുന്ന ആരാണ് പൊന്നൂസ് ഉൾപ്പെടെ ശരി കുഴപ്പമില്ല, എല്ലാ പിള്ളേർക്കും ഉള്ളത് തന്നെയാണ് അവരെല്ലാം അതിനും കാര്യം റിലേഷനൊക്കെ, അത് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അതിനുശേഷമാണ് ഇവരൊരു എൻഗേജ്മെന്റിലേക്ക് പോകുന്നത്. അപ്പോ അതിനുശേഷം അവന്റെ ജോലിയുമായിട്ട് ബന്ധപ്പെട്ട് എന്തോ സർട്ടിഫിക്കറ്റിന്റെ കേസിൽ അവന്റെ ഒരു വ്യാജ സർട്ടിഫിക്കറ്റ് ആണ്, അല്ലെങ്കിൽ അവർ ഉദ്ദേശിച്ച പിന്നീട് ക്വാളിഫിക്കേഷൻ ഒന്നും ഇവനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പൊന്നൂസിന്റെ ഭർത്താവ് എന്ത് ചെയ്യുന്നുണ്ട്, പൊന്നൂസിന്റെ അമ്മയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ മറുഭാഗത്ത് നിൽക്കുന്ന അവൻ ചിന്തിക്കും കേട്ടോ, ഇവനാണ് ഇതെല്ലാത്തിനും കാരണം. മനസ്സിലായോ? ഞാൻ എന്റെ വ്യാജ സർട്ടിഫിക്കറ്റ് ആണ്, എനിക്ക് പെണ്ണുണ്ടെന്ന് പറയുന്നു. ഇതൊക്കെ ആരാണ് പിന്നീട് സ്വാഭാവികമായിട്ട് ഈ പൊന്നുവിന്റെ ഭർത്താവും കൂടിയാണ് ചെയ്തെന്ന് എതിർ കക്ഷികൾ ചിന്തിക്കുന്നു. മനസ്സിലായോ? ചിന്തിക്കുന്നു. അതിനുശേഷം എന്ത് ചെയ്തു, ഇവരൊരു രമ്യതയിലേക്ക്, അതായത് ഇത് പറഞ്ഞൊന്ന് ഒതുക്കാൻ വേണ്ടിയിട്ട് അവരെല്ലാരും കൂടി ഇവന്റെ വീട്ടിൽ പോകുന്നു. അവിടെയാണ് ഏറ്റവും വലിയൊരു വിഷയം നടക്കുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാകുന്നത്. ആ വീട്ടിൽ പോയ സമയത്ത് ഇവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമാവുകയും അതെന്റെ അടുത്ത് പൊന്നു നന്ദൻ എന്തോ ആകെ പറഞ്ഞ് ഇവനൊന്ന് എണീറ്റ് നിന്നു, എന്തോ പറഞ്ഞ് തർക്കിച്ചപ്പോ ഈ നന്ദനയുടെ ഹസ്ബൻഡ് ചാടി വീണ് എണീറ്റു.
ചാടി വീണ് എണീറ്റിട്ടാണ് ഇവർ വന്ന് പിന്നെ ഷർട്ടി പിടിച്ചെന്നോ പിടിച്ചു കളിയെന്നോ എന്തോ ഒക്കെ പറഞ്ഞു. അതിന് ഒന്നും കൂടെ റെക്കോർഡ് എനിക്ക് കേൾക്കണം. അങ്ങനെ എന്തോ പറഞ്ഞു. ലാസ്റ്റ് എല്ലാവരും കൂടി എന്ത് ചെയ്തു, പിടിച്ച് തള്ളി അമ്മ ഉൾപ്പെടെ എന്ത് ചെയ്തു, ഈ പൊന്നൂന്റെ അച്ഛനെ പുറത്ത് കൊണ്ടുപോയി. അവിടെ വെച്ചാണ് ഇവർക്കൊരു വൈരാഗ്യം തോന്നുന്നത്. അപ്പൊ ഒരു നമുക്കറിയാലോ, ഒരിടത്ത് പോകുമ്പോൾ എന്നെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു പയ്യൻ എണീറ്റ് വരികയാണെന്ന് കരുതും, അല്ലെങ്കിൽ വരുമ്പോ അച്ഛനും ഒരു അങ്ങനെയുള്ളവനെ കെട്ടിച്ചു കൊടുക്കേണ്ടെന്ന് അച്ഛൻ തീരുമാനിക്കും. അതുപോലെ തന്നെ അവന്റെ വർഷം നോക്കി കഴിഞ്ഞാൽ എന്നെ ഇവിടെ വന്ന് എന്റെ വീട്ടിൽ വന്ന് അടിച്ചു, അല്ലെങ്കിൽ എന്നെ ഉടുപ്പി കോളറി പിടിച്ചു എന്ന് പറയുമ്പോൾ അവനും നിങ്ങളുടെ അടുത്തൊരു വൈരാഗ്യം. ഈ ഒരു ഇൻസിഡന്റിന് ശേഷം ഇവർക്ക് ഭയങ്കര വൈരാഗ്യമായി തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും. ഇവർക്ക് ഒരു കാലത്തും അവളെ കെട്ടിച്ചു കൊടുക്കണ്ട എന്നുള്ളൊരു തീരുമാനം ഇവർക്ക് എടുത്തു. ഈ പറയുന്ന നന്ദനയ്ക്ക് അവനെ തന്നെ കെട്ടിയാൽ മതി എന്നൊരു മൈൻഡായിരുന്നു. അതായത് പ്രായത്തിന്റെ ഇതാണ്, മനസ്സിലായി. അവിടെ നിന്നാണ് ഈ തുടക്കവും കാര്യങ്ങളും പ്രശ്നങ്ങൾ. പിന്നെ പൊന്നു എന്ത് ചെയ്യുന്നു, കുറെ ഈ 28 ദിവസം പട്ടിണി ഇറങ്ങുമെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പറഞ്ഞപ്പോഴുള്ള മിസ്റ്റേക്കാണ്. അവൾ പറഞ്ഞിങ്ങനെ 28 ദിവസം പട്ടിണി പോലെ വല്ലപ്പോഴും ഒരു നേരം മാത്രമേ ആഹാരം കഴിക്കുമായിരുന്നുള്ളൂ. ആ ആഹാരം കഴിക്കുമ്പോഴും അമ്മ ഇങ്ങനെയൊക്കെ പറയുമായിരുന്നു എന്നുള്ളതാണ്. അതുപോലെ ഈ കൊച്ചിനെ എടുത്ത് കെട്ടിയിരുന്നു, അതൊക്കെ ഇന്ന് പൊന്നു പറയുന്നുണ്ട്. കൊച്ചിനെ എടുത്ത് അത് ഒബ്വിയസ്ലി അവൾക്ക് ഹേർട്ട് ആവത്തില്ലേ? സ്വന്തം മോളെ എടുത്തോണ്ട് പോകുമ്പോൾ നീ എടുത്ത് കിണറ്റിലിടുമെന്ന് പറയുമ്പോൾ സ്വന്തം അനിയത്തിക്കാകുമ്പോൾ അത് വേദനിക്കും. അതില്ലാന്ന് പറയാൻ പറ്റില്ല. പൊന്നു അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. ഇനി അടുത്ത കാറിൽ, എന്റെ കാറിൽ നീ കാറിൽ നിന്ന് ഇറങ്ങി, അല്ലെ എന്റെ കാറിൽ നീ എന്നെ പറഞ്ഞു, എന്റെ കാർ എന്ന് പറയുമ്പോഴേ അവിടെ സ്വന്തം അനിയത്തിയായാലും അവൾക്കും അത് ഹെർട്ടാവും, മനസ്സിലായോ? എന്നിട്ട് അവളെ ഫോൺ കൊടുത്ത് എന്റെ ഫോണല്ലേ നീ തിരിച്ചു താന്ന് പറയുമ്പോൾ ഇതൊക്കെ നിങ്ങളുമായിട്ടുള്ള ഒരു മാനസികമായിട്ട് അകലാനുള്ള ഒരു ദേഷ്യം, ഒരു വൈരാഗ്യം ഈ സഹോദരങ്ങൾക്കിടയിൽ വരാനുള്ള ഒരു കാരണമാണ്. ഇത് എന്റെയാണ്, ഞാൻ തന്നെയാണ്, നീ ഉണ്ടാക്കണ്ടെങ്കിൽ തരാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവൾക്ക് വേദനിക്കും. അപ്പൊ അവൾ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങളുടെ കാറാണെങ്കിൽ ഞാൻ ആ കാറിൽ കയറുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടാവും. അപ്പോ ഇവിടെ സഹോദരങ്ങൾ തമ്മിൽ ഉണ്ടാക്കുന്ന സ്വാഭാവികമായിട്ടുള്ള തർക്കങ്ങളും കാര്യങ്ങളും, അല്ലെങ്കിൽ അച്ഛനും ഒക്കെ ഉണ്ടാകുന്ന കാര്യങ്ങളൊക്കെയാണ് ഇതൊക്കെ ഇനിയെങ്കിലും നിർത്തുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയെങ്കിലും സോഷ്യൽ മീഡിയയിൽ ഇപ്പം തീർന്നല്ലോ, സംഭവം കഴിഞ്ഞ് ഇനിയിപ്പോ പറഞ്ഞിട്ട് ചെളിവാരി അറിഞ്ഞിട്ടൊന്നും ചെയ്യാനില്ല. നിങ്ങളുടെ പറയാനുള്ള വെർഷൻ തന്നെ എന്റെ വീഡിയോ തന്നെ ഈ പറയുന്ന അമ്മയുടെ വെർഷൻ ഞാൻ ഇട്ടിട്ടുണ്ട്. അമ്മ എന്താണ് പറയാൻ പിന്നീട് ഉദ്ദേശിച്ചത്, അതുപോലെ തന്നെ പൊന്നു ഈ പറയുന്ന നന്ദന എന്താണ് പറയാൻ ആഗ്രഹിച്ചത് അതും ഞാൻ ഇട്ടിട്ടുണ്ട്. പിന്നെ പൊന്നുവിന്റെ വെർഷൻ പൊന്നു ഒന്ന് അവളുടെ ചാനലിൽ കൃത്യമായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പൊ 3 സംഭവം കിട്ടിയ എല്ലാവർക്കും മനസ്സിലായോ? ഇതിനൊരു പര്യവസാനം വന്നേ. ഇനി ഇതിനായിട്ട് വലിച്ചു കീറരുത്. ഇനി പഴയ അവിടെ പാളയെ തൂറിയതും മറ്റതൊക്കെ എടുത്ത് അതിന്റെ റെക്കോർഡും കാര്യങ്ങളും ഒക്കെ എടുത്തുകൊണ്ട് കാണിച്ചാൽ നാറുന്നത് എന്റെ അമ്മയാണ്, നിങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇവിടെ വെച്ച് നിർത്തിക്കോ എന്നാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങളുടെ ഫാമിലിയാണ്, നിങ്ങളുടെ കുടുംബമാണ്, നിങ്ങളുടെ മക്കളാണ്, നിങ്ങളുടെ ചോരയാണ്, നിങ്ങളുടെ മാതാപിതാക്കളാണെന്നുള്ള ചിന്ത, വിവരം ആദ്യം നിങ്ങൾക്കുണ്ടാവണം. എന്നിട്ട് മറ്റുള്ളവരുടെ കുറ്റം പറയണം, മറ്റുള്ളവരുടെ തലയിൽ കയറാനാ പോവോ. നമുക്ക് വീണ്ടും കാണാം. ജയ് ഹിന്ദ്.